ഗാസയ്ക്ക് എന്ന് ശാപമോക്ഷം. പലസ്തീന്റെ രണ്ടാമത്തെ പ്രദേശമാണ് ഗാസ മുനമ്പ്. വെറും 41 കിലോമീറ്റർ നീളവും 12 കിലോമീറ്റർ വീതിയുമുള്ള ഈ കുഞ്ഞു പ്രദേശത്തെ ചൊല്ലി പതിറ്റാണ്ടുകളായി ഇസ്രയേലും പലസ്തീനിലെ ഹമാസും തമ്മിൽ രക്തച്ചൊരിച്ചിൽ തുടർന്നു വരികയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകളാണ് ഇരുഭാഗത്തും സംഘർഷങ്ങളിൽ നഷ്ടമായത്. വെറും 20 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഗാസ മുനമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘർഷബാധിത പ്രദേശമാണ്. ഗാസയുടെ തെക്ക് പടിഞ്ഞാറ് ഈജിപ്തും വടക്കും കിഴക്കും ഇസ്രയേലുമായാണ് ഈ പ്രദേശം അതിർത്തികൾ പങ്കിടുന്നത്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങൾ തുടങ്ങുന്ന 1948-ൽ 2 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾ ഗാസ മുനമ്പിൽ വന്നെത്തി. അന്ന് തുടങ്ങിയതാണ് ഗാസയുടെ ശാപം. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലാണ് ഗാസ മുനമ്പെന്ന് ഒരു ഇസ്രയേൽ ചരിത്രകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്. ഒരു വശത്ത് ഇസ്രയേലും മറുവശത്ത് ഈജിപ്തും വൻ മതിലുകൾ തീർത്ത് ഗാസ മുനമ്പിനെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാക്കി മാറ്റി. ഗാസയിൽ നിന്നും പുറത്തേക്കും ഗാസയിലേക്കും ആളുകളെ സഞ്ചരിക്കാൻ ഇസ്രായേലും ഈജിപ്തും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവശ്യ വസ്തുക്കളുടെ ഇറക്കുമതി പോലും വളരെ നിയന്ത്രണ വിധേയമായാണ് പ്രദേശത്തേക്ക് എത്തിക്കാൻ ഇരുവശത്തു നിന്നും അനുമതിയുള്ളൂ. ഒരു സമയത്ത് പേപ്പറും എഴുത്തുപകരണങ്ങളും ക്രയോണുകളും ബേബി ഫീഡിംഗ് ബോട്ടിലുകളും ഡയപ്പറുകളും പോലും ഗാസയിലേക്ക് കടത്താൻ അനുമതിയില്ലായിരുന്നു. അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യം ഗാസയിൽ രൂക്ഷമാണ്. പോഷകാഹാരക്കുറവും അവശ്യ മരുന്നുകളുടെ ദൗർലഭ്യതയും അടിക്കടി ഉണ്ടാകുന്ന സംഘർഷങ്ങളും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നവജാത ശിശുമരണ നിരക്ക് ഗാസയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുമെന്ന് ഇസ്രായേലും ഹമാസ് പോരാളികൾ തങ്ങളുടെ രാജ്യത്തിലെ തീവ്രവാദികളുമായി ചേർന്ന് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് ഈജിപ്തും ഭയപ്പെടുന്നു. 1948 മുതൽ ഇസ്രായേലുമായി 15 യുദ്ധങ്ങളാണ് ഈ മേഖലയ്ക്ക് നേരിടേണ്ടി വന്നത്. 2023-2024 കാലത്തെ സംഘർഷങ്ങളിൽ 45,000-ലധികം പലസ്തീൻകാർക്ക് ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് പലസ്തീൻകാർക്ക് അവരുടെ പാർപ്പിടം നഷ്ടമായി. ഈ ദുരിതങ്ങൾക്കിടയിലും ഗാസയിലെ പുരുഷ സാക്ഷരത 99%, വനിതകളുടെ സാക്ഷരത 96%. ഈ ദുരന്ത ഭൂമിയിൽ 640 സ്കൂളുകളും 9 സർവകലാശാലകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് അത്ഭുതകരമാണ്. ഗാസയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗം യുവജനങ്ങളായതിനാൽ മുതിർന്നവരിൽ ഉള്ള സ്വാഭാവിക മരണനിരക്ക് നന്നേ കുറവാണ്. ഇസ്രയേലി ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തിയ പാർപ്പിട സമുച്ചയങ്ങളും തെരുവുകളിലും അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ തന്നെ 14 വർഷങ്ങൾ വേണ്ടിവരും. അത്രയും ഭീകരമാണ് ഇവിടത്തെ അവസ്ഥ. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ 2025 ജനുവരി 19-നാണ് നിലവിൽ വന്നത്. ഈജിപ്ത്, അമേരിക്ക, ഖത്തർ എന്നിവരുടെ മധ്യസ്ഥതയിലാണ് സമാധാന ഉടമ്പടി നിലവിൽ വന്നത്. സ്ഥാനമൊഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കുക എന്ന മഹത്തായ ദൗത്യമാണ്. അതിൽ അദ്ദേഹം വിജയിച്ചാൽ മേഖലയിലെ രക്തച്ചൊരിച്ചിലിന് അന്ത്യം കുറിക്കാം.